إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة فكل ضلالة في النار. أيها الناس اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനും പരമകാരുണികനുമായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുവാനും അവന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ ജീവിതത്തിൽ പകർത്തുവാൻ എന്നോടും നിങ്ങളോടും വളരെ ആത്മാർത്ഥമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്. അത്തരുണത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാനും അവസാനം റബ്ബുൽ ഇസ്സത്തിനെ കണ്ടുമുട്ടാനുമുള്ള തൗഫീഖ് നൽകി അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഇസ്ലാം എന്ന ആദർശം സമാധാനവും സ്നേഹവും ഉദ്ഘോഷിക്കുന്ന ആദർശമാണ്. ദൈവത്തിന്റെ അടുക്കൽ, അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഇസ്ലാമാണ്. ഇന്ന ദീന ഇൻദല്ലാഹി ഇസ്ലാം എന്ന് ഖുർആൻ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. മുസ്ലിം എന്ന പദം തന്നെ സിൽമ്, സമാധാനം എന്ന പദത്തിൽ നിന്ന് വന്നത്. നിർഭയത്വമാണ് അവന്റെ അടയാളം. കീഴുകീഴിൽ ജീവിക്കലാണ് അവന്റെ സ്വഭാവം. എന്നാൽ പലപ്പോഴും ഈ പവിത്രമായ ആദർശത്തെ, ദർശനത്തെ കശാപ്പ് ചെയ്യാനാണ് പലപ്പോഴും പലരും മത്സരിക്കാറുള്ളത്. വ്യക്തികൾക്ക് നേരെയും സംഘടനകൾക്ക് നേരെയും രാജ്യങ്ങൾക്ക് നേരെയും തന്നെ കൊലവിളി നടത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിന് അതിന്റെ ഉള്ളിൽ നിന്നും പുറമെ നിന്നും ഒരുപാട് സഹിക്കാനുണ്ട്. ഇസ്ലാമിന് അതിന്റെ ഉള്ളിൽ നിന്നും പുറമെ നിന്നും വേദനിപ്പിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. ഇസ്ലാമിന്റെ സംജ്ഞകളെ കാറ്റിൽ പറത്തി ജീവിക്കുന്നവർ ഒരു ഭാഗത്ത്, ഇസ്ലാമിന്റെ യഥാർത്ഥ മുഖത്തെ ഇച്ഛിച്ചീന്തി ജീവിക്കുന്നവർ ഒരു ഭാഗത്ത്, ഇസ്ലാമിന്റെ അനുഭാവികളെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നവർ ഒരു ഭാഗത്ത്. യഥാർത്ഥമായ സത്യത്തെ ഇല്ലാതാക്കാനാണ് ഈ ആസൂത്രിതമായ പരിശ്രമങ്ങൾ നടക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. ബദറിന്റെ മണ്ണിൽ പോലും നിങ്ങൾക്ക് ഓർമ്മയില്ല, ബദറിൽ പങ്കെടുത്ത ബദരീങ്ങളോട് അല്ലാഹു പറയുന്നുണ്ട്,
എന്താ പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല വലാ തകൂനു കല്ലദീന ഖറജു മിൻ ദിയാരിഹിം ബതറൻ വലിയാ അന്നാസ് വയസ്ദൂന അൻ സബീലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, തങ്ങളുടെ വീടുകളിൽ നിന്ന് ഗർവോടെ അഹങ്കാരത്തോടെ മനുഷ്യനെ കാണിച്ച് കീർത്തി നേടാൻ, ആളുകളെ കാണിക്കുവാൻ, പെരുമ കിട്ടുവാൻ പുറപ്പെട്ടവരെ പോലെ നിങ്ങൾ ആകരുത് എന്ന് ബദരീകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ അവർ തടയുകയും ചെയ്യും. ഇതാണ് പലപ്പോഴും യുദ്ധമുഖങ്ങളിൽ, പലപ്പോഴും അധിനിവേശങ്ങളുടെ മുകളിൽ നമ്മൾ നിരീക്ഷണം നടത്തുമ്പോൾ നമ്മൾ കാണുന്നത് ഇതര രാജ്യക്കാർക്ക് എന്ത് വേണം തോന്നണം, ഒരു ഭയങ്കരമാണ്. അവർ സത്യത്തെ ഇല്ലാതാക്കി കളയാനാണ് അവരുടെ പ്രൊപ്പഗണ്ട. അത് മാത്രവുമല്ല, അവരുടെ അഹങ്കാരമാണ് പലപ്പോഴും അവരുടെ ഈ തോന്നിവാസങ്ങൾക്ക് പ്രേരണ നൽകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വല്ലാഹു ബിമാ യഅമലൂന മുഹീത്ത്. അല്ലാഹു അവർ പ്രവർത്തിക്കുന്നതിനെ പറ്റി വലയം ചെയ്തറിയുന്നവനാണെന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി ക്യാമറ എല്ലാ ഭാഗത്തു നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നിരീക്ഷിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട്. അവരുടെ ഉള്ളും പുറവും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട്. നിങ്ങൾ നോക്കി സഹോദരങ്ങളെ, പലപ്പോഴും നമ്മുടെ ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ വളരെ വേദനാജനകമായ പല വിഷയങ്ങളും നമ്മുടെ മനസ്സിലേക്ക് കയറി വരാറുണ്ട്. ഫലസ്തീനിന്റെ മണ്ണിൽ നിങ്ങൾ കണ്ടില്ലേ, ഫലസ്തീനിന്റെ പിഞ്ചു മക്കളെ അറുകൊല നടത്തിയിട്ട് മനുഷ്യ മനസ്സാക്ഷിക്ക് ഒരിക്കലും തന്നെ സഹിക്കാനാവാത്തത് നടത്തിയിട്ട് മനുഷ്യ മനസ്സുകളുടെ വേദനകളെ പരിഗണിക്കാതെ അവിടെ വീണ്ടും ഫാസിസത്തിന്റെ ആഗോളവൽക്കരണം നടത്താൻ, കൊച്ചു കൊച്ചു രാജ്യങ്ങൾക്ക് മുകളിൽ മേൽക്കോയ്മകൾ സൃഷ്ടിക്കാൻ, ആരെങ്കിലും ഞങ്ങൾക്ക് നേരെ വന്നാൽ നിങ്ങൾക്കും ഇത് അനുഭവിക്കേണ്ടി വരുമെന്ന് സൂചിപ്പിക്കാൻ യുദ്ധക്കുതിയന്മാരായ ആളുകൾ അവരുടെ തന്ത്രം മെനഞ്ഞുകൊണ്ട് അവരുടെ ആധിപത്യം ഉറപ്പിക്കുന്നതിനു വേണ്ടി പാവപ്പെട്ട ആളുകളെ ഇല്ലാതാക്കുന്ന സ്ഥിതിവിശേഷങ്ങൾ നമ്മൾ കാണുകയാണ്. കൊച്ചു കൊച്ചു രാജ്യങ്ങളെ അടിച്ചു തകർക്കുകയും വാൾത്തലപ്പും പീരങ്കിയും AK-47 ടാങ്കറുകളും അതുപോലെ തന്നെ ബോംബറുകളും ബോംബർ വിമാനങ്ങളും അണുവായുധങ്ങളും അണുബോംബുകളും കൊണ്ട് മലീമസമാകുകയാണ് ഇന്നത്തെ ഭൂമിയുടെ മുകൾ ഭാഗങ്ങൾ. സഹോദരങ്ങളെ, ആകാശത്തും കടലിലും കരയിലും കൂടി വന്ന് പാവപ്പെട്ട ജനതയുടെ മുകളിൽ അക്രമങ്ങൾ കൊണ്ട് വിലസുകയാണ് ചില രാജ്യക്കാർ. ഇവിടെയൊക്കെയും സഹോദരങ്ങളെ, പാവപ്പെട്ട പിഞ്ചോമനകൾക്ക് മുകളിലാണ് ഇവർ കാണിക്കുന്നത് സയനിസ്റ്റ് ഭീകരത. ഫലസ്തീനിന്റെ മണ്ണിൽ ഗസയിൽ അതിന്റെ സംഹാരത്തിന്റെ താണ്ഡവമാടുകയാണ്. പാവപ്പെട്ട പിഞ്ചോമനകളെ ഭക്ഷണം നൽകാതെ പട്ടിണിക്കിട്ട് ഗതികെട്ട് കലതായെന്ന് കണ്ണുകൾ നനഞ്ഞ് ആ കണ്ണുനീർ തുള്ളിയൊട്ടിയ മൺതരികളെ എത്തുന്നതിനിടയിൽ അവരുടെ മുകളിലേക്ക് ബോംബറുകൾ വർഷിക്കാൻ ഉളുപ്പില്ലാത്തവരായിട്ട് ഈ വൃത്തികെട്ട ഏമാന്മാർ മാറിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് സഹോദരങ്ങളെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പാവപ്പെട്ട ഗസയുടെ കുട്ടികളുടെ രക്തം അവർ ഊറ്റിക്കുടിക്കുന്ന തിരക്കിലാണ്. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു യഅദിലു ഹുവ അഖറബു ലിത്തഖ്വ. ഒരു ജനതയോടുള്ള ഈർഷ്യത, അവരോട് അനീതി പുലർത്താൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ എന്ന പരിശുദ്ധ ഖുർആനിന്റെ ഏത് രാജ്യക്കാരനും സ്വീകരിക്കാൻ പറ്റിയ തത്വത്തെ കാറ്റിൽ പറത്തുകയാണ് ഇവിടെ. أم حسبتم أن تدخلوا الجنة ولما يأتكم مثل الذين خلوا من قبلكم مستهم البأساء والضراء وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് ഒരുപാട് നിലക്ക് പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരിലും ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിലും ആ ജീവിതമാർഗം അവലംബിച്ചതിന്റെ പേരിലും ബിലാലിനെ, ഖബ്ബാബിനെ, ഖുബൈബിനെ, അബ്ബാദ് ബിൻ ബിശ്റിനെ, ഹബീബ് ബിൻ സയ്യിദിനെ, നിരവധി ആളുകളെ കശാഫ് ചെയ്യുന്ന അവസ്ഥയുണ്ടായി. അല്ലാഹുവിന്റെ റസൂലെ യാസിർ കുടുംബത്തെ ഒന്നടങ്കമില്ലാതാക്കി, അമ്മാറിനെ വെറുതെ വിട്ടില്ല. ആ സമയത്ത് സഹാബാക്കൾ ചോദിച്ചുപോയി, മതാ നസ്റുല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ എന്നാണ് അല്ലാഹുവിന്റെ സഹായം വരിക എന്ന്. ഇന്ന് മാലോകരെല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന, ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യവും അതാണ്, മതാ നസ്റുല്ലാഹ്, എന്നാണ് അല്ലാഹുവിന്റെ സഹായം
സഹായം വരിക എന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് ലോകം. സഹോദരങ്ങളെ, ഫലസ്തീനിൽ യഹൂദന്മാർ നടത്തുന്ന മനുഷ്യവെട്ട, ആ മനുഷ്യവെട്ടയുടെ കാര്യത്തിൽ പല രാജ്യങ്ങളും പ്രതികരിക്കാൻ തുടങ്ങി. ആത്മാർത്ഥമായിട്ടുള്ള എല്ലാവരെയും ആളുകളുണ്ടവിടെ. മനസ്സാക്ഷിയുള്ള മുഴുവൻ മനുഷ്യരുടെയും ഹൃദയം വേദനിക്കുന്ന വാർത്തകളും ചിത്രങ്ങളും കണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നിറഞ്ഞു തുളുമ്പുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വീടും കുടുംബവും നഷ്ടപ്പെട്ട് മാതാപിതാക്കൾ പോലും കൂടെയില്ലാതെ ആരുടെയൊക്കെയോ കൂടെ ടെന്റുകളിൽ വിശ്രമിക്കുന്ന കുട്ടികളുടെ മുകളിലേക്കാണ് ആ ടെന്റുകളെ അവരുടെ വലിയ ക്യാമറകൾ ഉപയോഗിച്ച് കണ്ടെത്തി വലിയ ബോംബുകൾ വർഷിച്ച് അവരെ പോലും ഇല്ലാതാക്കുന്ന വേദനിക്കുന്ന കാഴ്ചകൾ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 1.5 വയസ്സുള്ള കണ്ടില്ലേ, 1.5 വയസ്സുള്ള മുറിവേറ്റ് പിടയുന്ന കുട്ടിയെ സമാധാനിപ്പിക്കാൻ 3 വയസ്സുകാരിയായ ഒരു പെൺകുട്ടി തന്റെ മടിയിൽ കിടത്തിയിട്ട് അതിനെ ഇങ്ങനെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, മുഖം വെക്കുകയാണ്. തന്റെ കണ്ണുനീർത്തുള്ളികൾ ഈ 1.5 വയസ്സുകാരന്റെ മുഖത്തേക്ക് വീഴാതിരിക്കാൻ ആ കുട്ടി കണ്ണുപൊത്തി കരയുന്ന ഈ വീഡിയോകൾ ഏതു മനുഷ്യനെയാണ് പിടിച്ചു കൊടുക്കാതിരിക്കുക? പ്രിയപ്പെട്ടവരെ, അത്രത്തോളം ഭീമത്സകമായ രൂപത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടിരിക്കുന്നത്. ഭക്ഷണപ്പൊതിയുമായി ഒരു ഭാഗത്ത് സന്തോഷത്തിന്റെ വിമാനങ്ങൾ ഇങ്ങനെ റോന്തിരിക്കുമ്പോൾ അവരുടെ കൈകളിലുള്ള പാത്രങ്ങളുമായി കൈനീട്ടി ആ സന്തോഷത്തിന്റെ പുഞ്ചിരി തൂകി കൈനീട്ടുന്ന പിഞ്ചോമനകൾക്ക് മുമ്പിൽ ബോംബറുകൾ വർഷിക്കുന്നു ആളുകൾ, ബോംബറുകൾ വർഷിക്കുന്നു ഈ ചതിയന്മാർ. ആ വീഡിയോകളും നമ്മൾ ദർശിക്കുകയാണ്. എന്താണ് അവിടുത്തെ വിഷയം? വല്ലാത്ത പട്ടിണിയിലാണ്. 80% ആളുകളും മുഴുപട്ടിണിയിലാണെന്നാണ് കണക്കുകൾ തെളിയിക്കുന്നത്. ഫാക്ടറികളും വ്യവസായ സ്ഥാപനങ്ങളും ഹോസ്പിറ്റലുകളും വരെ അടിപിടി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് സഹോദരങ്ങളെ നമ്മൾക്കൊക്കെയും ഒരുപാട് ചെയ്യാനുണ്ട്. ആളുകൾ വിചാരിക്കും ഇതേതോ രാജ്യത്ത് നടപ്പിലാകുന്ന കാര്യങ്ങളാണല്ലോ എന്ന്. ഫലസ്തീൻ ഭൂമിയിലെ ശത്രുക്കളുമായി സമരം നടത്തി മുന്നോട്ട് നീങ്ങുവാൻ കൊല്ലങ്ങൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് അവർ വിസമ്മതിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്ത് ഇറങ്ങിയിട്ടുണ്ട്. അല്ലാഹു അവർക്ക് നൽകിയ അനുഗ്രഹങ്ങളെ അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ ജനതയെ ഉപദേശിച്ചത് എന്ന് പരിശുദ്ധ ഖുർആനിന്റെ വിവരണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഏതാണ് ഈ നാട് എന്ന് പലപ്പോഴും പല ആളുകളും ചിന്തിക്കാറില്ല, മനസ്സിലാക്കാറില്ല. ഈ നാട് എത്ര നല്ലതാണെന്ന് ആരും ശ്രദ്ധിക്കാറില്ല. ഈ നാട് ഏതാണെന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾക്കറിയാനിട്ടാണ്. ഇസ്ലാമിന്റെ ചരിത്രം വരയ്ക്കപ്പെട്ട നാടാണിത്. അത് വിശ്വാസികളുടെ വാഴ്ത്തപ്പെട്ട ഭൂമിയാണ്. യാ ഖൗമി ദഖുലുൽ അർളൽ മുഖദ്ദസത അല്ലതി കതബല്ലാഹു ലക്കും വലാ തർതദ്ദു അലാ അദ്ബാരിക്കും ഫതൻഖലിബു ഖാസിരീൻ എന്ന് ഖുർആൻ പറഞ്ഞ എന്റെ ജനങ്ങളെ, നിങ്ങൾക്ക് അല്ലാഹു നിശ്ചയിച്ച് രേഖപ്പെടുത്തി തന്നതായ ആ പരിശുദ്ധ ഭൂമിയിൽ നിങ്ങൾ പ്രവേശിക്കുവിൻ. നിങ്ങൾ പിന്നോക്കം മടങ്ങിപ്പോകുകയും ചെയ്യരുത്, എന്നാൽ നിങ്ങൾ നഷ്ടക്കാരായി മാറിപ്പോകുന്നതാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ബൈത്തുൽ മുഖദ്ദസ് സ്ഥിതി ചെയ്യുന്ന പരിശുദ്ധമായ ഭൂമിയെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു അനുഗ്രഹം ചൊരിഞ്ഞ നാടാണെന്നാണ് ഖുർആൻ പറഞ്ഞത്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറകനാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. യാതൊരുവൻ മഹാപരിശുദ്ധൻ തന്റെ അടിയാന ഒരു രാത്രിയിൽ മസ്ജിദുൽ ഹറമിൽ നിന്ന് രാപ്രയാണം ചെയ്യിച്ചിരിക്കുന്നു. ചുറ്റുപാടും നാം ആശീർവദിച്ചിരിക്കുന്ന, അനുഗ്രഹിച്ചിട്ടുള്ള മസ്ജിദുൽ അഖ്സയിലേക്ക്, ചുറ്റുഭാഗത്തും അലങ്കരിച്ചിരിക്കുന്ന, അനുഗ്രഹിച്ചിരിക്കുന്ന, ആശീർവദിച്ചിരിക്കുന്ന ഒരു നാടെന്ന് മസ്ജിദുൽ അഖ്സയുടെ മണ്ണിനെ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. പിന്നീടോ ഇത് നമുക്കറിയാം, ഇസ്രാഉം മിഅ്റാജും ആളുകൾക്കിടയിൽ ആശങ്കയുണ്ടാക്കിയതായിരുന്നു. പല ആളുകൾക്കും, മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പോലും ഇസ്രാഈലിന്റെ കാര്യത്തിലും മിഅ്റാജിന്റെ കാര്യത്തിലും ഇന്നും ആശങ്കയാണ്. അവർ അവിശ്വസിക്കുകയാണ് ആ കാര്യം. എന്നിട്ട് അവര് ഈ പറഞ്ഞ ആയിഷ റളിയല്ലാഹു അൻഹയുടെയും അല്ലെങ്കിൽ മുആവിയയുടെയും ഖൗലുകൾ വെച്ച് ആളുകൾക്കിടയിൽ കബളിപ്പിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഈ ഇസ്രായേൽ നടക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ പത്നിയായിട്ടില്ല, പിഞ്ചു കുഞ്ഞായിരുന്നു. അത് മാത്രമല്ല, മുആവിയ റളിയല്ലാഹു അൻഹു എന്ന് പിന്നീട് നമ്മൾ അംഗീകാരം നൽകിയ സഹാബിയായ മുആവിയ അന്ന് ഇസ്ലാമിൽ പോലും ഉണ്ടായിരുന്നില്ല, ഇസ്ലാം സ്വീകരിച്ചിരുന്നില്ല. ഇവർ പറയുന്ന ഖൗലുകൾ എടുത്തിട്ടാണ്, ഇവരുടെ ആശങ്കകൾ എടുത്തിട്ടാണ് പലപ്പോഴും ജനങ്ങൾ ഇസ്രായേലിനെയും മിഅ്റാജിനെയും പ്രിയപ്പെട്ടവരെ ഈ നിഷേധിച്ച് കളയുന്നത് എന്നത് ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ വായിക്കുകയാണ്. ഇനിയോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയെ ഒരുപാട് നിലക്കാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്.
തിരുനബിയുടെ ഇസ്രാഈന്റെ ഭൂമി, വിശ്വാസികളുടെ ആദ്യത്തെ ഖിബ്ലയായിരുന്നു മസ്ജിദുൽ അഖ്സ. ഇന്ന് നമ്മളുടെ ഖിബ്ലയായ കഅബാലയത്തിന് നേരെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടുന്നതിന്റെ മുൻപ് കാലത്ത് മസ്ജിദുൽ അഖ്സയുടെ നേർക്കായിരുന്നു മുസ്ലിങ്ങളുടെ ഖിബ്ല എന്ന ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനിയോ കൂടുതൽ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് തീർത്ഥാടനം നടത്താൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ച 3 പള്ളികൾ, ഒന്ന് മസ്ജിദുൽ ഹറം, ഒന്ന് മസ്ജിദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ നബവി, മൂന്നാമത്തേത് മസ്ജിദുൽ അഖ്സ എന്നാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനിയോ ആ കാലഘട്ടം അതുകൊണ്ട് തന്നെ ഈ നാടിനെ വിശ്വാസത്തിന്റെ ഇസ്സത്തിൽ ആ നിലപാടിൽ നിലനിർത്തണമെന്ന് തീരുമാനിച്ചതിനെ സംരക്ഷിക്കാനും എക്കാലത്തും ഇസ്ലാമികമായ നേതൃത്വം ശ്രദ്ധിച്ചിട്ടുണ്ട്. ധീരനായ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ഭരണകാലത്തും അതേപോലെ തന്നെ സലാഹുദ്ദീൻ അയ്യൂബിയുടെ ഭരണകാലത്തും ആരായിരുന്നു സലാഹുദ്ദീൻ അയ്യൂബി? കുരിശുപട്ടാളത്തിന്റെ പഴകി പൊളിച്ച കുതന്ത്രങ്ങളെ സധൈര്യം നേരിട്ട് കുരിശുവാഹകരിൽ അവരുടെ ഇടനെഞ്ചിൽ ഇടത്തി വീഴ്ത്തിയ ധീരമഹാനായ പണ്ഡിതനായിരുന്നു സലാഹുദ്ദീൻ അയ്യൂബി. ഈ ബൈത്തുൽ മുഖദ്ദസ് ഖുദ്സിന്റെ മണ്ണിൽ ഒരാൾക്കും തന്നെ അത് വിട്ടുകൊടുക്കാൻ ഞങ്ങൾ ഒരുക്കമല്ല എന്ന് തീരുമാനിച്ച് രാവും പകലും അധ്വാനിച്ചവരായിരുന്നു സലാഹുദ്ദീൻ അയ്യൂബിയുടെ കൂട്ടർ. അങ്ങനെ ഒരുപാട് പേർക്ക് ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടി ഇസ്ലാമികമായ നേതൃത്വം എല്ലാ കാലത്തും പരിശ്രമിച്ചിട്ടുണ്ട് എന്ന് ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് ആ മണ്ണിന്റെ പരിശുദ്ധിയെ കളങ്കമാക്കിയിരിക്കുന്നു. ഫലസ്തീനിന്റെ മണ്ണിനോടൊപ്പം നിൽക്കുന്ന മുസ്ലിം വിശ്വാസത്തിന്റെ അടിത്തറ തകർക്കൽ അവരുടെ ലക്ഷ്യമാക്കി മാറ്റിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്, നബിയേ, നിന്നെപ്പറ്റി അവർ തൃപ്തിപ്പെടുകയില്ല എന്നാണ് ആ കൂട്ടരെപ്പറ്റി ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വലൻ തർലാ അൻകൽ യഹൂദു വലൻ നസാറാ ഹത്താ തത്തബിഅ മില്ലതഹും ഖുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്, യഹൂദികളാവട്ടെ നസ്രാനികളാവട്ടെ അവരുടെ നടപടി പിന്തുടരുന്നതുവരെ നിന്നെക്കുറിച്ച് തൃപ്തിപ്പെടുകയില്ല എന്നാണ്. ഈ കാലത്തും പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിക ലോകം തൃപ്തിപ്പെടുന്ന ഒരു ചരിത്രം അവർക്കിടയിൽ ഏത് കോംപ്രമൈസിന്റെ പേരിലായാലും വരാനില്ല എന്ന് ഖുർആൻ. അതുകൊണ്ട് അവരുടെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ടുള്ള ഒരു നിലപാടുമെടുക്കാൻ മുസ്ലിമെ നമുക്ക് അർഹതയില്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനിയോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾക്കെതിരെ അവർ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുമെന്ന് ഖുർആൻ. വലാ യസാലൂന യുഖാതിലൂനകും ഹത്താ യറൂക്കും അൻ ദീനികും ഇൻ ഇസ്തതാഉ വമൻ യർതദ് മിൻകും അൻ ദീനിഹി ഫയമുത് വഹുവ കാഫിർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങളുടെ മതത്തിൽ നിന്ന് മടക്കിക്കളയുന്നതുവരേക്കും അവർ നിങ്ങളോട് യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മളുടെ മതം വിട്ട് അവരോടൊപ്പം ചേരുന്ന ഗതികേടിലേക്ക് നമ്മൾ എത്തുന്നതുവരെ അവർ യുദ്ധം ചെയ്യുമെന്നാണ് ഖുർആൻ പറയുന്നത്. ഇനിയോ നിങ്ങളിൽ നിന്ന് ആരെങ്കിലും തന്റെ മതത്തിൽ നിന്ന് പിന്തിരിയുകയും അങ്ങനെ അവൻ അവിശ്വാസിയായി മരണപ്പെടുകയോ ചെയ്യുന്ന പക്ഷം അക്കൂട്ടർ അമലുകൾ നിഷ്ഫലമായവരായി നരകത്തിന്റെ ആൾക്കാരായി മാറുന്നതാണ്. ആ നരകമാണെങ്കിലോ അവർ നരകത്തിന്റെ ആളുകളാകും. അവർ അവിടെ നിത്യവാസികളായിരിക്കുമെന്നാണ് ആ കൂട്ടരെപ്പറ്റി ഖുർആൻ പറഞ്ഞത്. ഇനിയോ വിശ്വാസികൾക്ക് നന്മ വരുന്നതിൽ അസൂയക്കാരാണ് ആ കൂട്ടർ. ഇന്നത്തെ നമ്മൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ജനത, ഇന്നത്തെ ഇസ്രായേൽ എന്ന് നമ്മൾ പറയുന്ന ആ ഭീകരരെ പറ്റി പറഞ്ഞ പരിശുദ്ധ ഖുർആൻ എന്താണ്? അവരുടെ കാര്യത്തിൽ മുസ്ലിങ്ങൾക്ക് നന്മ വരുന്നതിൽ അസൂയക്കാരാണ് അവർ. മാ യവദ്ദുല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വലൽ മുശ്രികീന അൻ യുനസ്സില അലൈക്കും മിൻ ഖൈരിൻ മിൻ റബ്ബിക്കും. വേദക്കാരിൽ നിന്നാവട്ടെ ബഹുദൈവ വിശ്വാസികളിൽ നിന്നാവട്ടെ അവിശ്വസിച്ചിട്ടുള്ളവർ അവർ ഇഷ്ടപ്പെടുന്നില്ല നിങ്ങളുടെ രക്ഷിതാവിൽ നിന്ന് നിങ്ങൾക്ക് വല്ല ഗുണവും ലഭിക്കപ്പെടുന്നത്. മുസ്ലിങ്ങളുടെ ഈ സ്ഥൈര്യവും മുസ്ലിങ്ങളുടെ ഈ എന്താ പറയാ ഐസത്തും പ്രതാപവും ഒരിക്കലും അവരെ എന്താ പറയാ ഉറങ്ങാൻ സമ്മതിക്കുന്നവർക്ക് അസൂയയാണ് ഉണ്ടാക്കുക എന്ന് പരിശുദ്ധ ഖുർആനിലുള്ള പരിപാടിയാണ്. ഇനിയോ അവർ വിശ്വാസികളോട് ഏറ്റവും ശത്രുത പുലർത്തുന്നവരാണ്. അല്ലാഹുവിന്റെ ശാപത്തിന് വിധേയരായവരാണ്. 5-ാം അധ്യായം 60-ാമത്തെ വചനം, 5-ാം അധ്യായം 82-ാമത്തെ വചനം. ഒരു വിശ്വാസി നെഞ്ചകത്ത് കൈകെട്ടി അല്ലാഹുവിനോട് രക്ഷ ചോദിക്കുന്ന ആ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുകയാണ്. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പേർക്ക് അവരെ പരിചയപ്പെടുത്തി. നന്ദികേടും മനസ്സിലുള്ളവർ, ധിക്കാരികൾ, അല്ലാഹുവിനെ പരിഹസിച്ചവർ, പ്രവാചകന്മാരെ കൊലപ്പെടുത്തിയവർ. 1-ാം അധ്യായം 112-ാമത്തെ വചനം, 2-ാം അധ്യായം 61-ാമത്തെ വചനം. പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും ദൈവസ്ഥാനത്ത് നിർത്തിയവർ.
ആലോചിച്ച് നോക്ക്. ഇനിയോ ഈ വൃത്തികെട്ടവരുടെ കൈകളിലാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുദ്സ് നിർത്തിയിരിക്കുന്നത്. അവർ അസത്യമാണ്, അസത്യം ഭീരുത്വമാണ് ഖുർആൻ പറയുന്നത്. ദുനിയാവിനോട് ആർത്തി കൊണ്ടവരാണ്, മരണത്തെ ഭയപ്പെടുന്നവരാണ്. മരണത്തെ ഭയപ്പെട്ട് ചില രാജ്യങ്ങളുടെ മുകളിലൂടെ പോലും പോകാൻ സാധിക്കാത്ത വിധം ഭീരുവായി ജീവിക്കുന്ന അവരുടെ ഫിർഔനിനെ, അവരുടെ നമ്രൂദിനെ നമ്മൾ സോഷ്യൽ മീഡിയകളിലൂടെ കാണുകയാണ്. ഇനിയോ നിങ്ങൾ സത്യം പറയുകയാണ്, പരലോക ഭവനം മറ്റുള്ള മനുഷ്യരെ കൂടാതെ അല്ലാഹുവിൽ നിന്ന് നിങ്ങൾക്ക് മാത്രമാണെങ്കിൽ നിങ്ങൾ മരണത്തെ കൊടുക്കുവിനെന്നാണ് ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഈ കൂട്ടർ മരണത്തെ ഭയപ്പെട്ട് ഓടിയൊളിക്കുന്ന അവരുടെ പാവളങ്ങളിൽ ഒളിഞ്ഞിരുന്ന് ഈ പാവപ്പെട്ട ജനതയുടെ, പാവപ്പെട്ടവരുടെ വിധവകളുടെ, പാവപ്പെട്ട മക്കളുടെ പിഞ്ചോമലകളുടെ നെഞ്ചകത്ത് കയറി ഓങ്കാരനൃത്തം ചവിട്ടാൻ കൊതിക്കുന്ന ആളുകൾ അവരുടെ സങ്കേതങ്ങളുടെ ഉള്ളറകളിൽ അവരുടെ സേഫ്റ്റി ഉറപ്പിച്ച് നിലയുറപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതിനെതിരെയാണ് പ്രിയപ്പെട്ടവർ. ഇനിയോ ഇതിനെതിരെ നിലപാടെടുക്കുന്ന നമുക്ക് ചിലത് ചോദിക്കാനുണ്ട് നമ്മളോട്. ഈ ആളുകൾക്കെതിരെ പറയാൻ ഫലസ്തീനികളോട് ഐക്യദാർഢ്യം പുലർത്തുന്നവരോടാണ്. ഈ ആളുകളെ നമുക്ക് ശരിയാവില്ല, അവർ വെറുക്കുന്ന വെറുപ്പിന്റെ നോട്ടീസുകൾ പോസ്റ്റ് ചെയ്യുന്നവരോടാണ്. ഈ ആളുകളെ എതിർക്കാനുള്ള യോഗ്യത നമുക്കുണ്ടോ എന്നാൽ ജൂതനെ എതിർക്കുന്നു നമ്മൾ, യഹൂദനെ എതിർക്കുന്നു നമ്മൾ, ജൂതന്റെ മുഴുവൻ സംസ്കാരവും ജൂതനെ എതിർത്തുകൊണ്ട് നെഞ്ചേറ്റുന്നവരാണ് നമ്മൾ. ജൂതൻ കുടിക്കുന്നത് പോലെ കുടിക്കുന്നു, ജൂതൻ പലിശ ഉപയോഗിക്കുന്നത് പോലെ ഉപയോഗിക്കുന്നു, ജൂതൻ വ്യഭിചരിക്കുന്നത് പോലെ വ്യഭിചരിക്കുന്നു, ജൂതൻ മദ്യപിക്കുന്നത് പോലെ മദ്യപിക്കുന്നു, ജൂതൻ കൊല നടത്തുന്നത് പോലെ കൊല നടത്തുന്നു, ജൂതൻ അക്രമം ഭരിപ്പിക്കുന്നത് പോലെ അക്രമം ഭരിപ്പിക്കുന്നു. എന്നിട്ട് ജൂതനെതിരെ സംസാരിക്കാൻ അർഹതയുണ്ടെന്ന് നമ്മൾ വാഴുകയാണ്. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് അവർ കൊണ്ടുവന്ന എല്ലാ തോന്നിവാസങ്ങളും മുസ്ലിം സമുദായത്തിൽപ്പെട്ട ബഹുഭൂരിപക്ഷം ആളുകളിൽ ഉണ്ട് എന്നതാണ് വാസ്തവം. നമ്മൾ ആലോചിച്ചു നോക്കൂ. ശിർക്ക്, ഖബറാരാധന ആര് കൊണ്ടുവന്നതാണ്? അവർ കൊണ്ടുവന്നതാണ്. പൗരോഹിത്യത്തോട് തഖ്ലീദ് ചെയ്യൽ ആര് കൊണ്ടുവന്നതാണ്? അവർ കൊണ്ടുവന്നതാണ്. ജന്മദിനാഘോഷം പോലുള്ളത് ഏറ്റവും ഗംഭീരമായി നടപ്പിലാക്കൽ ആര് കൊണ്ടുവന്നതാണ്? അവർ കൊണ്ടുവന്നതാണ്. വേഷം കെട്ടലുകളും കപടന്മാരായി ജീവിക്കലും ആര് കൊണ്ടുവന്നതാണ്? അവർ കൊണ്ടുവന്നതാണ്. ഇതൊക്കെയും നെഞ്ചേറ്റുന്ന നമ്മളാണ് ഈ ആളുകൾക്കെതിരെ ഒരുങ്ങിയവരാണെന്ന് പ്രഖ്യാപിക്കുന്ന പ്രിയപ്പെട്ട സമൂഹമേ. അവർ ബിസിനസ് ചെയ്യുന്ന, അവർ ഏതെങ്കിലും ഹൈപ്പർ മാർക്കറ്റുകളിലെ റാക്കുകളിൽ കൊണ്ടുവച്ചിരിക്കുന്ന സാധനത്തെ നിരാകരിക്കുന്നതിന് മുമ്പ് അവർ കൊണ്ടുവന്ന ജീവിത ക്രമങ്ങളിലുള്ള ക്രമക്കേടുകളെ സ്വജീവിതത്തിൽ നിന്ന് മാറ്റിയെടുക്കുക എന്നതാണ് ആദ്യമായി ഒരു മുസ്ലിം ചെയ്യേണ്ടത്. അതല്ലാതെ അവർ വിൽപ്പന നടത്തുന്ന 10 രൂപയുടെ വെള്ളം കുടിക്കാതിരിക്കുന്നത് കൊണ്ട് പ്രിയപ്പെട്ട സഹോദര, നിന്റെ എതിർപ്പ് അവിടെ പൂർണ്ണമാകുന്നില്ല. അവർ കൊണ്ടു നടക്കുന്ന ആദർശം നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, നിന്റെ സ്വകാര്യ ജീവിതത്തിലുണ്ടെങ്കിൽ അത് വലിച്ചെറിയാനാണ് ഈ ഫലസ്തീനിന്റെ കുഞ്ഞുമക്കളെ കണ്ട് കണ്ണീരൊലിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് വിശ്വാസികളായ നമുക്ക് തീരുമാനിക്കാൻ സാധിക്കണം. അതാണ് പ്രിയപ്പെട്ടവരെ ശരി. ഇനി ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനം ഒരിക്കൽ പുലരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മുസ്ലിങ്ങളുടെ കയ്യിലെത്തുക തന്നെ ചെയ്യും. അതെത്തണം. ഗാസയുടെ തെരുവുകളിൽ ഫലസ്തീനിലെ കുഞ്ഞുങ്ങൾ ആഹ്ലാദത്തോടെ നടന്നു വരുന്നൊരു കാലം വരും. ഒലീവ് കൈക്കണികൾ തിങ്ങി നിറഞ്ഞ സെയ്ത്തുമരത്തണലിൽ അവർ ഊലാലാടുന്ന ദിവസങ്ങൾ കടന്നു വരും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്താൽ ഹൈബ്രോഡിലും നാബിൾസിലും അവർ നിർഭയത്വത്തോടുകൂടി സഞ്ചരിക്കുന്ന കാലം വരും. ജെറൂസലേമിലെയും ഗാൻയൂസിലെയും കുഞ്ഞുമക്കൾ അവരുടെ കുടുംബത്തോടൊപ്പം അവർ ചേർന്ന് നടക്കുന്ന അവരുടെ നിർഭയത്വത്തിന്റെ കാലം ഇൻഷാ അല്ലാഹ് നമ്മൾ കാണും. അത് കണ്ടിട്ടല്ലാതെ ഇവിടത്തെ ഈ ലോകത്തിന്റെ അന്ത്യം സംഭവിക്കുകയില്ല എന്നത് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. കല്ലുകളും മരങ്ങളും വരെ അല്ലാഹുവിന്റെ ശത്രുക്കളെ വിളിച്ചു പറയുന്ന ഒരു കാലം കടന്നു വിട്ടിട്ടല്ലാതെ ഇതിനൊരു അന്ത്യമുണ്ടാകില്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കാൻ പ്രിയപ്പെട്ടവരെ. അന്ന് നമ്രൂദിന്റെ കൊട്ടാരത്തെ ഉറപ്പിച്ച അല്ലാഹു ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്രൂദിന്റെ കൊട്ടാരത്തെ ഉറപ്പിക്കും. ഫിർഔനെ അടിച്ചമർത്തിയ പടച്ചതമ്പുരാൻ ഇന്നത്തെ ഫിർഔനെ അടിച്ചമർത്തുക തന്നെ ചെയ്യും, ഒരു സംശയവുമില്ല. പാവപ്പെട്ട പുഞ്ചോമനകളുടെ ദീനരോധനങ്ങളിൽ ഒറ്റുവീണ കണ്ണുനീർത്തുള്ളികളിൽ ഇവരെ മുട്ടിക്കൊല്ലും റഹ്മാനായ റബ്ബ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്താൽ അത് നടപ്പിലാകുക തന്നെ ചെയ്യും. അവിടെ ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നടപ്പിലാക്കുമ്പോൾ ഇത് കണ്ടുനിന്ന ശ്രോതാക്കളായ ഗാലറിയിലിരുന്ന നമ്മളുടെ റോളായിരുന്നു എന്ന് അല്ലാഹു ചോദിക്കുമ്പോൾ വിരൽ കടിക്കുന്ന അവസ്ഥയിലേക്ക് പ്രിയപ്പെട്ട സമൂഹമേ നമുക്ക് മാറാൻ സാധ്യതയുണ്ടാകരുത്, മാറാനുള്ള സാഹചര്യം ഉണ്ടാകരുത്. അവിടെയാണ് ഗസയെ ആക്രമിക്കുന്നത് കണ്ടിട്ട് സൈകെട്ട് മറ്റു മുസ്ലിം രാജ്യങ്ങൾ പല ആളുകൾക്കുള്ള
ആശങ്ക ഇതാണ്, എന്താണ് ആരും അനങ്ങാത്തത്? എത്ര മുസ്ലിം രാജ്യങ്ങളുണ്ട്? എന്താണ് ഇവരെല്ലാം ഈ സാത്താന്റെ പട്ടാളത്തെ സപ്പോർട്ട് ചെയ്യുന്നവരാണോ എന്ന് ആശങ്കപ്പെടുന്നവരോട് നമ്മളെല്ലാവരും മനസ്സിൽ കരുതിയിരിക്കേണ്ട വലിയ ഒരു ജാഗ്രതയുണ്ട്. മറ്റു രാജ്യങ്ങൾ ഈ ഗസയുടെ പിഞ്ചോമനകളെ, ഗസയുടെ പട്ടാള സംവിധാനത്തെ തകർത്തു, ഗസയുടെ ആയുധ ശേഖരങ്ങളെ തകർത്തു, ഗസയിലെ എല്ലാവിധ വ്യവസായ സംരംഭങ്ങളെ തകർത്തു, ഗസയിലെ വൻകൂറ്റൻ ബിൽഡിങ്ങുകൾ തകർത്തു, ഗസയിലെ ഈ കമ്മ്യൂണിക്കേഷൻ മേഖലകൾ ശൃംഖലകൾ തകർത്തു, ഗസയിലെ എയർപോർട്ടുകളും ഈ മാധ്യമങ്ങളും എല്ലാം തകർത്തു, ഗസയിലെ പിഞ്ചോമനകൾക്ക് നേരെ അവരെത്തി. ഇനിയോ എന്തിനാണെന്നറിയുമോ? ക്ഷമകെട്ടിട്ട് മറ്റു രാജ്യങ്ങളിൽ തലയിടാൻ സൗദി അറേബ്യയെ പോലെയുള്ള, ഖത്തറിനെ പോലെയുള്ള, കുവൈത്തിനെ പോലെയുള്ള, ബഹ്റൈനെ പോലെയുള്ള നൂറുകണക്കിന് അറബ് രാജ്യങ്ങൾ മുന്നോട്ടിറങ്ങാൻ, എന്നിട്ട് അവരെ നിരംബരിച്ചാക്കാൻ അതിനുള്ള തന്ത്രമാണ് അവര് മെനഞ്ഞെടുക്കുന്നത് എന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ ബുദ്ധികൂർമ്മതയും അള്ളാഹുവിന്റെ റസൂലിന്റെ അവധാനതയും അള്ളാഹുവിന്റെ റസൂലിൽ നിന്നുള്ള ഉൾക്കാഴ്ചയും കണ്ടുപിടിച്ച അറബ് ലോകം ജാഗ്രതയോടെ നിൽക്കുന്നത് അതിനാണ്. നിങ്ങൾ ആരും അവരെ ആക്ഷേപിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് മനസ്സിലാക്കുക. നമ്മളുടെ കൈകൾ ആ യുദ്ധമുഖത്തേക്ക് നീണ്ടു കിട്ടാനാണ് ഈ സാത്താന്റെ പട്ടാളം ഈ പിഞ്ചോമനകൾക്ക് നേരെ ഉരുതിക്ക് തയ്യാറാകുന്നതെങ്കിൽ പ്രിയപ്പെട്ട സഹോദര, ബുദ്ധിയുള്ള അറബ് രാഷ്ട്രങ്ങൾ അവധാനതയോടെ ഇത് കണ്ടു നിൽക്കുന്നത് അവരെ ആക്ഷേപിക്കാനുള്ള കാരണമാക്കി നമ്മുടെ വായിക്കൊണ്ടെത്തുന്നത് വരാൻ പാടില്ല. മറിച്ചോ അവർക്ക് യുദ്ധമുഖങ്ങളിൽ ഇരമ്പലകളുടെ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ ഭക്ഷണപ്പൊതികളുമായി നൂറുകണക്കിന് വിമാനങ്ങൾ വിന്യസിപ്പിക്കാൻ ഈ രാജ്യക്കാർ തയ്യാറാണ്. കിലോമീറ്ററുകൾ ദൂരം മണ്ണിൽ ചാലുകൾ തീർത്ത് വെള്ളം എത്തിക്കാൻ അവർ തയ്യാറാവുകയാണ്. ഇതര രാജ്യങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഊട്ടിയുറപ്പിച്ച് ഈ രാജ്യത്തെ ഒറ്റപ്പെടുത്താൻ ബുദ്ധിരാക്ഷസന്മാരായ അറബ് ലോകം തയ്യാറാകുമ്പോൾ പ്രിയപ്പെട്ട സമൂഹമേ, നമ്മൾ ചെയ്യാനുള്ളത് ഏത് ലോകത്തെയും എല്ലാ ലോകത്തെയും ഇരുലോകത്തെയും പടച്ചു നിയന്ത്രിക്കുന്ന റഹ്മാനായ റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ മുസ്ലിം സമൂഹമേ നമ്മൾ തയ്യാറാകാം. അവരുടെ വിൽപ്പനച്ചരക്കുകൾ നിഷേധിക്കുന്നതിന് മുമ്പ് അവർ കൊണ്ടുവന്ന തോന്നിവാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ക്യാൻസൽ ചെയ്യുവാനുള്ള തീരുമാനമെടുക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവധാനതയോടെ, ഉൾക്കാഴ്ചയോടെ, ആത്മാർത്ഥതയോടെ ഇത്തരം വിഷയങ്ങളിൽ നിലപാടെടുക്കുവാനുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي علم بالقلم علم الإنسان ما لم يعلم أيها الناس اتقوا الله عباد الله أوصيكم وإياي ثانيا بتقوى الله. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാനും ജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതൊരു വിഷയങ്ങളിലും ഏറ്റവും നല്ല അവധാനതയോടെ പ്രതികരിക്കാനും മർദ്ദിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരോട് ഐക്യദാർഢ്യം പുലർത്തുവാനും അവരുടെ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹത്തെ തിരിച്ചറിയുവാനും അതിലൂടെ റബ്ബിലേക്ക് കൂടുതൽ അടുക്കുവാനും സാധിക്കണമേ എന്ന് നിങ്ങളോടും ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. ഫലസ്തീനിലെ ഗസയിലെ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ അതിന്റെ ബോർഡറുകളിലൂടെ പലായനം ചെയ്യുന്നത് നമ്മൾ കാണുകയാണ്. സമീപത്ത് നിലകൊള്ളുന്ന അറബ് രാജ്യങ്ങളെല്ലാം തന്നെ അവരെ ഇരുകൈകൾ നീട്ടി സ്വീകരിച്ചവർക്ക് അക്കമഡേഷൻ ഒരുക്കുന്ന തിരക്കിലാണ്. കിലോമീറ്ററുകൾ നീണ്ടു നിൽക്കുന്ന ഈ അഭയാർത്ഥി ജീവിതത്തിന്റെ വരികളെ മറ്റൊരു മനസ്സാക്ഷിക്കുമില്ലാതെ സ്വീകരിക്കുന്ന തിരക്കിലാണ് അറബ് ലോകം. അതോടൊപ്പം തന്നെ ഇൻഷാ അല്ലാഹ് ഏതൊരു അക്രമിയുടെയും നേർക്ക് കായികമായോ അല്ലെങ്കിൽ ആയുധമായോ ഒരുങ്ങുന്നതിന്റെ അപ്പുറത്ത് ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ, വീട് വെച്ചുള്ള പ്രാർത്ഥനകൾ നിർത്തിക്കൊണ്ട് ബദറിലും ഉഹദിലും ഖന്തക്കിലും ഹുനൈനിലും ഖൈബറിലുമെല്ലാം നമ്മൾ വിജയം കൈകൊണ്ടതിന്റെ ഏറ്റവും വലിയ രഹസ്യം ഇവിടെയും ഇൻഷാ അല്ലാഹ് നടപ്പിലാക്കുന്നതാണ് ഏറ്റവും ഉചിതമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ എവിടെയോ സംഭവിക്കുന്നതിന് ഇവിടെ ജാഗ്രത ഇവിടുത്തെ മറ്റുള്ള നമ്മളുടെ സഹോദരങ്ങളായ അല്ലെങ്കിൽ സമീപസ്ഥരായ അവിശ്വാസികൾക്ക് നേരെ മുറിവിളി കൂട്ടിയത് കൊണ്ടോ അവരെ ഇല്ലാതാക്കിയത് കൊണ്ടോ ഇതിന് പരിഹാരമാകുന്നില്ല എന്ന ഒരു നിരീക്ഷണവും സത്യവിശ്വാസികൾ എന്ന നിലക്ക് അവധാനതയോടെ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. സഹോദരങ്ങളെ, എല്ലാ കാലത്തും തന്നെ ഇസ്ലാമിന് ശത്രുക്കളുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
ഇന്ന് സോഷ്യൽ മീഡിയ ഏറ്റവും നല്ല ജാഗ്രതയിൽ നിൽക്കുമ്പോൾ ഓരോ സെക്കൻഡുകളും അണമുറിയാതെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാനുള്ള സംവിധാനമുള്ളത് കൊണ്ടാണ് ഗസയിലാണ് ഏറ്റവും വലിയ പരിക്ക് എന്ന് നമുക്ക് പ്രഖ്യാപിക്കാൻ സാധിക്കുന്നത്. ഈ കമ്മ്യൂണിക്കേഷൻ ശൃംഖലകളില്ലാത്ത കാലത്ത് ഒരുപാട് അറബ് രാജ്യങ്ങൾക്ക് മേലെ അവിടെ ഫിർഔൻമാർ, അവിടുത്തെ സാത്താൻമാർ ഈ പറഞ്ഞ കൊല്ലാക്കൊലകൾ നടത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഒരു വിഭാഗത്തെ ഉന്മൂലനം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു വിഭാഗത്തെ അല്ലാഹു അവരുടെ കൂടെ സംരക്ഷിക്കുന്നുണ്ട്. ഒരു വിഭാഗത്തെ അല്ലാഹു ശഹീദുകളായി സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഒരു വിഭാഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുകയും ചെയ്യുന്നു. അവിടെയാണ് സത്യവിശ്വാസികളായ നമ്മളുടെ പ്രതീക്ഷകൾ മുഴുവൻ പ്രിയപ്പെട്ടവരെ കൊണ്ടുവരേണ്ടത്. നമ്മളുടെ അതീതമായ ആത്മാർത്ഥമായ പ്രാർത്ഥനകളാണ് ഈ കാര്യത്തിൽ നമ്മളിൽ എല്ലാവരിലും ഉണ്ടാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രയാസം അനുഭവിക്കുന്ന ഗസയിലെ ആളുകളെ അല്ലാഹു സഹായിക്കുമാറാവട്ടെ. അവന്റെ സഹായം പെട്ടെന്നുണ്ടാകട്ടെ. അല്ലാഹുവേ, ഫലസ്തീനിലെ ഞങ്ങളുടെ സഹോദരങ്ങളെ നീ സഹായിക്കണമേ. ഗസയിലെ ഞങ്ങളുടെ സഹോദരങ്ങളെ നീ സഹായിക്കണമേ. അല്ലാഹുവേ, അവരുടെ പാദങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണമേ. ഫലസ്തീനിലെ ഞങ്ങളുടെ സഹോദരങ്ങളിൽ നിന്ന് ഉപദ്രവങ്ങൾ നീ അകറ്റണമേ. അവരുടെ പരിക്കുകൾക്ക് അല്ലാഹുവേ നീ ശിഫ നൽകണമേ. അവരിലെ രക്തസാക്ഷികളെ നീ സ്വീകരിക്കണമേ. അല്ലാഹുവേ, അവർ പട്ടിണി കിടക്കുകയാണ്, അവർക്ക് നീ ഭക്ഷണം നൽകണമേ. അനീതിക്കും അക്രമത്തിനും ഇരയായിക്കൊണ്ടിരിക്കുന്ന അവരെ നീ സഹായിക്കണമേ. ശത്രുക്കളുടെ മേൽ അവർക്ക് നീ സമ്പൂർണ്ണ വിജയം നൽകണമേ. അല്ലാഹുവേ, സൈനിക ശക്തികളെ നീ തകർത്ത് കളയണമേ. അവരുടെ മേൽ നിന്റെ ശിക്ഷ ഇറക്കണമേ. അല്ലാഹുവേ, നിന്റെ ശാപം അവരുടെ മേൽ വർഷിക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم انصر الاخوان المسلمين في غزة. اللهم انصر الاخوان المسلمين في كل مكان. اللهم احفظ نساءهم واحفظ بيوتهم واحفظ اولادهم واحفظ اموالهم يا رب العالمين. اللهم انا نعوذ بك من عذاب جهنم ومن عذاب القبر ومن فتنة المحيا والممات ومن فتنة المسيح الدجال. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم انا نعوذ بك من عذاب جهنم ومن عذاب القبر. اللهم انا نعوذ بك من زوال نعمتك وتحول عافيتك وفجعة حكمتك وجميع سخطك. اللهم انا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الاعداء. اللهم انا نعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم انصرنا الاخوان المسلمين في كل مكان. توفنا مسلما والهدنا بصالحين. امين برحمتك يا ارحم الراحمين. اللهم صل على محمد وعلى ال محمد.